എം.ജി. സർവകലാശാലയിൽ 7 വർഷത്തിലധികമായി നടക്കുന്ന കേസാണ് രജിസ്ട്രാർ എം.ആർ. ഉണ്ണിയുടെ യോഗ്യത സംബന്ധിച്ച പ്രശ്നം. ഇത് എ.വി. ജോർജ് വി.സിയായി വന്നതോടെ ഇരുവരും തമ്മിൽ വ്യക്തിപരമായ പ്രശ്നം കൂടിയുള്ളതായി സംസാരമുണ്ടായിരുന്നു. എം.ആർ. ഉണ്ണിക്ക് അനുകൂലമായ കോടതി വിധിയുണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ പോലും വി.സി അനുകൂലമായ നിലപാടെടുത്തിരുന്നില്ല. അപ്പോഴൊക്കെ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തോടെ കോടതിയിൽ അപ്പീൽ പോവുകയായിരുന്നു. മാത്രമല്ല, സിൻഡിക്കേറ്റ് ഉപസമിതി എം.ആർ. ഉണ്ണിക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് വി.സി പലപ്പോഴും രജിസ്ട്രാർക്കെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ രജിസ്ട്രാർക്ക് അനുകൂലമായ കോടതി വിധിക്കെതിരിൽ സിൻഡിക്കേറ്റിൻ്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിലുമാണ്. ഇതിനിടയിലാണ് വി.സിയുടെ സ്ഥാനം പോകുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ തെളിവെടുപ്പ് നടക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണറുടെ നിലപാട് വി.സിക്കെതിരായി മാറുമെന്ന് കണ്ട് എ.വി. ജോർജ് ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് സർക്കാരിനെ സമീപിച്ചിരുന്നു. ചാൻസലർ കൂടിയായ ഗവർണറുടെ മുന്നിൽ ബുധനാഴ്ചയാണ് വി.സിക്ക് ഹാജരാവേണ്ടത്. ഇതിനു മുമ്പ് നടക്കേണ്ട ഒത്തുതീർപ്പുകളുടെ ഭാഗമായാണ് രജിസ്ട്രാറെ തിരിച്ചെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് തിരക്ക് പിടിച്ച് വി.സി ഉത്തരവിറക്കി എന്നാണ് ആക്ഷേപം. ഈ പ്രശ്നത്തിൽ ഇനി സിൻഡിക്കേറ്റിൽ കടുത്ത അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യത കൂടുതലാണ്. വി.സി തൻ്റെ സ്ഥാനം നിലനിർത്താൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ലെന്നാണ് വി.സിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചിരുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട്. യു ഷൈജു, മീഡിയ 1, കോട്ടയം.